ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ മായ വിശ്വനാഥ് ഉണ്ടെങ്കിൽ ഗണേശനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗണേശനെ ഉണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് തനിക്ക് അറിയുന്നതാണ്. തൻ്റെ അച്ഛനുമായിട്ടൊക്കെ നല്ല കൂട്ടാണ്. ഗണേശൻ്റെ അച്ഛനുമായിട്ട് ഞങ്ങൾ കുടുംബത്തിനൊക്കെ നല്ല പരിചയമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ചേച്ചിയുടെ മക്കളുടെ കല്യാണം എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഗണേശൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഗണേശനെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ തൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഗണേശൻ്റെ കൂട്ടുകാരനും ഉണ്ടെങ്കിൽ ആ കല്യാണത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എനിക്ക് മായ ഉണ്ടെങ്കിൽ ആ പിള്ളേരുടെ ഇടപഴകുന്നതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ അവർ തമ്മിൽ വേറൊരു ബന്ധമായിട്ടുള്ള രീതിയിലൊക്കെ തനിക്ക് തോന്നി. അതുകൊണ്ടെങ്കിൽ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അതോടെ തന്നെ അതേ ഗണേശ് ഉണ്ടെങ്കിൽ തൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണക്ക് തനിക്കും ബന്ധമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോഴേ തനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്ന് താനുണ്ടെങ്കിൽ അത് തിരിച്ച് ചോദിക്കാനും തുടങ്ങി. തനിക്കുണ്ടെങ്കിൽ തൻ്റെ സഹോദരിയുടെ മക്കളുമായിട്ട് ഇതേ കണക്കത്തുള്ള ബന്ധമൊക്കെ തോന്നാറുണ്ടോ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഇതേ കണക്ക് തൻ്റെ ആദ്യ ഭാര്യയുടെ മക്കളെ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ ഭാര്യയെ കെട്ടിപ്പിടിച്ചൊക്കെ ഫോട്ടോ ഒക്കെ ഇടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് തൻ്റെ ആദ്യ ഭാര്യയ്ക്ക് ഇതേ കണക്ക് തോന്നാറുണ്ടോ എന്നുള്ള രീതിയിൽ ഞാൻ തിരിച്ചു ചോദിച്ചെന്നായിരുന്നു മായ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കേട്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഗണേശ് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഇതേ കണക്ക് മായ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൻ്റെ കുടുംബത്തെ പറഞ്ഞപ്പോൾ തനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ചല്ലേ, അപ്പോൾ എൻ്റെ കാര്യം അങ്ങനെ തന്നെയാണ്. എൻ്റെ ഉണ്ടെങ്കിൽ സഹോദരിയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ്. ഇത് കണക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ സഹോദരിയുടെ മക്കളോ അല്ലെങ്കിൽ സഹോദരൻ്റെ മക്കൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ ഒരു ഫാമിലി തന്നെയാണ്. അവരോട് നല്ല സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മളെ മക്കളെ പോലെ അല്ലെങ്കിൽ നമ്മളെ ഫാമിലി ഒരാൾ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നല്ലോണം സംസാരിക്കും. അതുണ്ടെങ്കിൽ ഒരുപാടെണ്ണം പല കണ്ണിലൂടെ കാണാം. അവന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സോ അങ്ങനത്തെ ഉള്ള രീതിയിലുണ്ടെങ്കിൽ തന്നെ കണ്ടെന്നുള്ള രീതി കേട്ടപ്പോൾ തനിക്കത് ഭയങ്കരമായിട്ട് വിഷമം. അതിലുണ്ടെങ്കിൽ ഗണേശ് തന്നെ പണ്ട് തൊട്ടേ അറിയാവുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ തൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടെങ്കിൽ ഗണേശിൻ്റെ അടുത്ത് അങ്ങനെ പറയുമ്പോൾ താനാണെന്നുണ്ടെങ്കിൽ അതൊരു ഡിഫെൻഡ് ചെയ്യണം. അതിന് പകരം ഉണ്ടെങ്കിൽ അതിന് കൂട്ടി നിന്നിട്ട് തന്നെ അത് ഭയങ്കരമായിട്ട് ഇതേണത്തുള്ള കാര്യങ്ങൾ പറഞ്ഞത് തനിക്ക് വിഷമമായെന്നുള്ള രീതിയിലായിരുന്നു മായ വിശ്വനാഥ് പറഞ്ഞത്.